ഏതാണ്ട് ഒരു ഒക്ടോബർ മാസത്തിലാണ് ഞാൻ സൃഷ്ടിപഥത്തിൽ വരുന്നത്. അതിന് കാരണക്കാരിയായ ആളിവിടെയുണ്ട്, ശ്രീമതി അജിത രതീഷ്. എവിടെയാണോ അജിത? കാണാൻ കിട്ടണില്ല. അജിതയാണ് എന്നെ ഇങ്ങോട്ടാക്കിയത്. താങ്ക് യു സോ മച്ച് അജിത. പിന്നെ ഈ കവിതകൾ ഞാൻ ഇതെൻ്റെ 17ാമത്തെയും 18ാമത്തെയും പുസ്തകമാണ് ഇന്നിവിടെ ഇറങ്ങി. പക്ഷെ ആദ്യത്തെ ഒരു 11 പുസ്തകം 12 പുസ്തകം വരെ എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. HNC 8 പുസ്തകം, സൈഗത 1 പുസ്തകം, ഗ്രീൻ ബുക്സ് 2 പുസ്തകം, റൊമാൻസൻസ് 1 പുസ്തകം, ഇൻസ 1 പുസ്തകം. ഇതൊന്നും പ്രകാശനമൊക്കെ എവിടെ നടത്തണമെന്ന് നമുക്ക് അറിയില്ല. നമ്മുടെ ജീവിത ശൈലി എഴുത്തുകാരിയാണ്, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ സൃഷ്ടിപഥത്തിലോട്ട് കൈപിടിച്ച് അതിന് മുന്നേ പെണ്ണെഴുത്തിടർ എനിക്ക് തോന്നുന്നു ജയറാണി വരാമെന്ന് പറഞ്ഞൊന്നും കണ്ടില്ല. അപ്പൊ ഈ ജയറാണിയാണ് ഒരു നിമിത്തമായത്. അതായത് ചേച്ചി ഒരു കവിത വേണം. ഞാൻ കവിത എഴുതിയിട്ടില്ല. അപ്പോഴാണ് പറഞ്ഞ ചേച്ചി സംസാരിക്കുന്നത് കവിതാത്മകമാണല്ലോ, ചേച്ചി എഴുതുന്ന മെസ്സേജിൽ കവിതയുണ്ടല്ലോ. അപ്പൊ ഞാൻ എൻ്റെ പ്രിയതമനോട് പറഞ്ഞു ഒരു കവിത വേണം. അവരൊരു പുസ്തകം ഇറക്കുക സമാധാനം. അപ്പൊ എന്നോട് ചേട്ടൻ ചോദിച്ചു, ഇഷ്ടംപോലെ ജോലി തോളിലും തലയിലും വെച്ചിട്ടുണ്ട്, ഇനി ഈ കവിതയിലോട്ട് കടക്കണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് നിർബന്ധിക്കുവാനെ, ഞാൻ സംസാരിക്കുന്നത് കവിതാത്മകമാണെന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ആള് ഓടിക്കറി പോയി. അമേരിക്കയിൽ വെച്ച സംഭവം. ഉടനെ ഞാനൊരു 15-20 മിനിറ്റിൽ നീ തന്നെ സാക്ഷി എന്നൊരു കവിത എഴുതി. ഒരു തത്വമസിയുടെ അതെഴുതി. ചേട്ടൻ മോളിൽ നിന്ന് ഇറങ്ങി വരുവാണ്, കയ്യിലൊരു പേപ്പർ ചുരുട്ടി പിടിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വകയിൽ ഒരു കവിത, അത് മണ്ണായിരുന്നു. അത് പിന്നെ വേറൊരു ഗ്രൂപ്പിൽ കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ഫീൽഡിൽ കയറി. അപ്പോൾ ജയറാണി ഇപ്പോൾ ഇവിടെ ഇല്ല. താങ്ക് യു സോ മച്ച് ജയറാണി. ഇന്നിപ്പോൾ ഞാൻ പെണ്ണെഴുത്തുന്ന ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ല. അപ്പോൾ താങ്ക് യു അജിത. ഇപ്പം അജിതയൊക്കെ കുറിച്ച് പറഞ്ഞാൽ കണ്ണെത്താ ദൂരത്തോ കയ്യെത്തേണം, കയ്യെത്താ ദൂരത്തോ ചെന്നെത്തേണം, ചെന്നെത്തി നീ കണ്ണെത്തേണം, കണ്ണെത്തി നീ കയ്യെത്തേണം. എൻ്റെ മകൻ്റെ പ്രായമാകില്ല, പക്ഷേ മക്കൾക്കും കൂടി അമ്മയെ കൈപിടിച്ച് കേൾക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതാ നമ്മുടെ അജിതയാണ് അകത്തത്തിലെ മഴ ചെറുകഥാ സമാഹാരം റിസീവ് ചെയ്തത്. പിന്നെ എന്നെ സംബന്ധിച്ച് വീട്ടുകാരോ അയൽക്കാരോ സമുദായമോ അവരൊന്നും അല്ല, എന്നെ ഈ പ്രപഞ്ചമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് സൃഷ്ടിപഥം. സൃഷ്ടിപഥം ഈസ് എ ബിഗ് യൂണിവേഴ്സ് ഫോർ ആർക്കാണോ ഇഷ്ടം എഴുതാൻ അവർക്കായിട്ട്. അപ്പൊ ആ പ്രപഞ്ചത്തിന്റെ ഭാഗമായത് തന്നെ എനിക്ക് പറഞ്ഞാലും തീരില്ല. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ നോക്കിയപ്പോൾ എൻ്റെ ജസ്റ്റ് ജൂനിയറായിട്ട് ഭാഷ പഠിച്ച എൻ്റെ പ്രിയ കൂട്ടുകാരി ഡോക്ടർ ശോഭന, അവരാണ് ഈ പുസ്തകം. ഇത് 2 എൻ്റെ പ്രിയതമനുണ്ട് കേട്ടോ. അപ്പൊ ശോഭനയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ, ഒരു പൂത്തണലിൽ വളർന്നു. അത് അത്രേ പറയുന്നുള്ളൂ. ഇപ്പം ഒരു തണലിൽ തന്നെ നമ്മളെല്ലാവരും, അവിടെ പ്രായം വിഷയമല്ല, നമ്മളെല്ലാവരും പിയർ ഗ്രൂപ്പാണ്. ഇനി എൻ്റെ ചേട്ടനെ കുറിച്ച് പറയാതെ നിവർത്തിയില്ല. അദ്ദേഹം മരിച്ചു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. ഒരു അസുഖം വന്നു. ഓഗസ്റ്റ് 30, 2025 തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് സൃഷ്ടിപഥത്തിൻ്റെ മെഗാ പുസ്തക പ്രകാശനം നടന്നപ്പോൾ അതിലെൻ്റെ സൃഷ്ടിപഥം വഴിയുള്ള ആദ്യ സമാഹാരം, എൻ്റെ 2ാമത്തെ സമാഹാരം ഇറങ്ങി. ഞങ്ങൾ 2 പേരും കൂടി പോകാൻ നിന്നതാണ്. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒരുമിച്ചേ ഇടുള്ളൂ. വീട്ടിൽ കണ്ട് വഴക്ക് കൂടിയാലും പുറമേ കാണുമ്പോൾ ഭയങ്കര യോജിപ്പതെങ്കിലും പറയുമല്ലോ. അപ്പൊ ചേട്ടൻ എന്നെ 28-ാം തീയതി ഒരു ജുബ്ബ എടുത്ത് കാണിച്ച്, സുമ ഞാൻ ഇതാണ് കേട്ടോ തൃശ്ശൂർ ഇടുന്നത്. കാര്യം പുരുഷന്മാർക്ക് എണ്ണം കുറവല്ലേ, അപ്പോൾ നമ്മൾക്ക് അതിനോട് മാച്ച് ചെയ്യാൻ വേറെ ഉടുപ്പുണ്ടല്ലോ. അപ്പൊ ആദ്യം അദ്ദേഹം കാണിക്കും, ഇതാട്ടോ ഞാൻ ഇടുന്നത്, അതിന്റെ മാച്ച്. ശരി കേട്ടാന്ന് ഞാനും പറഞ്ഞു. പക്ഷെ 1-2 പനി വരുന്നുണ്ടായിരുന്നു. ആ പനി 29-ാം തീയതി കലശലായ പോലെ തോന്നിയതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അപ്പോൾ നമ്മുടെ ഷൈനി സ്റ്റേറ്റിലുള്ള ആളാണ്, സ്റ്റേറ്റിലെ വൈസ് പ്രസിഡന്റ് എറണാകുളം ജില്ലാ കോടതി ഷൈനിയെ വിളിച്ചു പറഞ്ഞു. ഷൈനിയാണ് ആ പുസ്തകം റിസീവ് ചെയ്തത്. സുധാംശു സാറിൻ്റെ കാറിൽ ആ പുസ്തകം എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ അടുത്ത കടയിൽ എത്തിച്ചു. അതുകൊണ്ട് എനിക്ക് ഈ സൃഷ്ടിപഥ ഗ്രൂപ്പിൽ വന്നപ്പോൾ പരോപകാരികൾ, പരസ്പരം ആദരിക്കുന്നവർ, പരസ്പരം സ്നേഹിക്കുന്നവർ, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഈ കുഞ്ഞു കണ്ടോ,
എങ്ങനെയായ രണ്ടാമത്തെ പ്രാവശ്യം കാണുന്നുള്ളൂ. നമുക്ക് കാണണമെന്നില്ല ആരെയും. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ അല്ലാതെ തന്നെ നമുക്ക് അയക്കാൻ പറ്റും. അപ്പൊ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പൊ എൻ്റെ ചേട്ടൻ പറഞ്ഞു, സുമ ഇനി ഒരു ഖണ്ഡകാവ്യം എഴുതണം, ഒരു നോവലും എഴുതണം. എന്തിനാ കവിത എഴുതണമെന്ന് ചോദിച്ചാണ്. അപ്പൊ ഖണ്ഡകാവ്യത്തിന്റെ കണ്ടന്റ് ഓൾറെഡി പോയി കഴിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ആണ്ടിനിറങ്ങും, സൃഷ്ടിപഥം വഴിയല്ല. അതിന്റെ അവതാരിക എഴുതുന്ന പ്രിയപ്പെട്ട സുരേഷ് ഞാനിവിടെ കണ്ടിരുന്നു, ഇപ്പൊ കാണുന്നില്ല. അത് ലേഖനത്തിൽ നിന്ന് കിട്ടിയാണ്. അങ്ങനെ എഴുത്ത് ഗ്രൂപ്പ് എൻ്റെ ഈ ദുഃഖ അളവിൽ എന്നോടൊത്തു നിന്ന് എന്നെ ഈ ചൈതന്യ രൂപത്തിലാക്കി. ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും ഉണ്ട്, എൻ്റെ പ്രിയതൻ്റെ സപ്പോർട്ടും ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഞാൻ മറുപടി പറയാതെ ഇത് വയ്ക്കുക. താങ്ക് യു സോ മച്ച് സൃഷ്ടിപഥ സാരഥികളെ, സൃഷ്ടിപഥ കുടുംബാംഗങ്ങളെ. നമുക്ക് ഓരോരുത്തർക്കും ഇനിയും എഴുതാൻ പറ്റട്ടെ. ചുമ്മാ എഴുതാൻ പറ്റൂല, മനസ്സ് വേണം. ആ മനസ്സ് കൊണ്ടങ്ങ് എഴുതിയ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കും. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. ലോക സമസ്ത സുഖിനോ ഭവന്തു.